ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി പായസമാണ്. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, ചന്ന ദാൽ. ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനായി മൂടി വെച്ച് 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചന്ന ദാൽ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ട് വേവിപ്പിച്ചെടുക്കണം. അതിനായി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിപ്പിച്ചെടുക്കാം. അടുത്തതായി ഇതിന് ശർക്കര പാനി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 3 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് മെൽറ്റാകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതിന് തണിയാനായി മാറ്റി വെക്കാം. അടുത്തതായി ഈ പാത്രത്തിലാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. അതിനായി ഇതിലേക്ക് നേരത്തെ വേവിപ്പിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് തേങ്ങാപ്പാൽ, 2ാം പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കടലപ്പരിപ്പായിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചക്ക വരട്ടിയത്. ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ചക്ക വരട്ടിയത് ഈ പായസത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇത് ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ചക്ക സീസൺ ടൈമിൽ ഇങ്ങനെ വരട്ടി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഈ സമയത്ത് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. തേങ്ങാപ്പാലിൻ്റെ അളവിനനുസരിച്ച് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചക്ക വരട്ടിയത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല ചക്കയുടെ ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി കുറുകി വരുന്ന സമയത്താണ് നല്ല രുചി ഉണ്ടാകുക. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതായി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഇതിന് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ടും റേസിൻസൊക്കെ ഞാൻ കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം കാഷ്യൂ നട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ആയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. അടുത്തതായി കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് കളറ് മാറി വരുന്നത് വരെ, ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒന്ന് നന്നായി ഈ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ നേന്ത്രപ്പഴം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം കഴിക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാർഡമം പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, ഏലക്കാപ്പൊടി. ഇതിലേക്ക് 1 പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ടും റേസിൻസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക പരിപ്പ് പഴം പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഒരു സ്പെഷ്യൽ പായസമായിക്കോട്ടെ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ പായസം നല്ല രുചിയുള്ള പരിപ്പ് ചക്ക പായസം ഇവിടെ റെഡിയായി. താങ്ക് യു.